വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുമുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ട് ഈ സപ്പോർട്ടിൽ നിന്നിട്ട് ഒരു നല്ല സപ്പോർട്ട് എടുത്തതിന് ശേഷം റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വീണ്ടും സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ വന്നിട്ട് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 100%ഓളം സക്സസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. മന്ത്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കാണുന്നത്. നോക്കിയാൽ കാണാം നല്ലൊരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബുള്ളിഷ് മൂവ്മെന്റിന്റെ. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയ വീക്ക്നെസ്സും കാണിച്ചിട്ടുണ്ട്. സോ മന്ത്ലി ചാർട്ട് ക്ലോസ് ആയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് കണ്ട ഒരു ബുള്ളിഷ് പാറ്റേൺ വെച്ചിട്ട് മാർക്കറ്റ് ഒന്ന് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് മന്ത്ലിയുടെ. അതുപോലെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതും ഈ ഒരു ലെവലാണ്. അപ്പൊ അങ്ങനെ 2 ലെവൽ മന്ത്ലിയിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് വീക്കിലിയിലേക്ക് പോവാം. വീക്കിലിയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് കുറച്ചും ഈ ഒരു ലെവല്, അതായത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഈ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വീക്കിലിയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീക്കിലിയിൽ മറ്റൊരു ലെവലും കൂടി കാണുന്നുണ്ട്. ഈ ഒരു ലെവല് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്, അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 1 ഡേ ചാർട്ടിലോട്ട് പോവാം. 1 ഡേ ചാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ആ വീക്ക്നെസ് കാണിച്ചതിന്റെ ഫലമായിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് കുറച്ചൊന്ന് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്. അത് ഈ ലെവല് തന്നെയായിരിക്കും എന്നാണ് മിക്കവാറും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഡേ ചാർട്ടിൽ കാര്യമായിട്ടുള്ള മാർക്കിങ്ങൊന്നുമില്ല. 1 ഡേ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ഹൈയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 ഡേ ചാർട്ടിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. ഫോർമറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സപ്പോർട്ട് താഴത്തെ ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. താഴത്തെ ഏരിയയിലെ പ്രൈസ് റേഞ്ച് വരുന്നത് 54.152, 56.651, അതുപോലെ 61.405, അതുപോലെ 58.578, അതുപോലെ 67.552 ആൻഡ് 64.930. ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ നോക്കാം. 75.093, 77.529, 83.985 ആൻഡ് 81.936. ഇത്രയാണ് 4 അവറുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. വൺ അവറിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. 69.385, 68.392. പിന്നെ എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ 1 അവറിൽ ഒരുപക്ഷെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു 1 അവറിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 4 അവറിന്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാണ്. സപ്പോർട്ടിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുക. ഈ ഒരു 1 അവറിന്റെ സപ്പോർട്ടിന്റെ മുകളിലും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്ന ലെവലിലേക്ക് നമുക്ക് ഇവിടേക്ക് വെക്കാം. ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ലൈനിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാം. അവിടെ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് അടുത്തൊരു റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാവുന്നതാണ്.
ഇങ്ങനെയാണ് ബൈ എൻട്രിയുടെ ഒരു സാധ്യത. ഇനി ഇവിടെ നിന്ന് തന്നെ, അതായത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ഇതിന്റെ മുകളിലോട്ട് തന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോഴും ഈ ഒരു ഗ്രീൻ ലൈനിൽ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കാം വീണ്ടും ബ്രേക്ക് തരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്നുള്ളത്, ഈ ഒരു ലെവല്, അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലാണ്. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ മുകളിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ആ ഏരിയയിലേക്ക് എത്തിയതിനു ശേഷം ഒരുപക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരാനും സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ കയറി പോവാം, അല്ലെങ്കിൽ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് വരാം. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു എക്സ്ട്രീം ലെവലായിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപക്ഷെ നല്ല ഒരു ബൈ ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അറ്റ്ലീസ്റ്റ് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഇവിടേക്കൊക്കെ വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അവസാനമായിട്ടുള്ളത്, ഈ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരവാണ്. അത് പെട്ടെന്ന് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ടിൽ കാണിക്കുന്നത് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ഡീപ്പ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത്, എക്സ്പെഷ്യലി ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡുകൾ ആലോചിക്കാവുന്നതാണ്. അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.